എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നതിനിടയിൽ സിനിമയെ ഏറ്റെടുത്ത് ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഗോദ്ര കലാപം പരാമർശിക്കുന്നതിലൂടെ ശക്തമായ രാഷ്ട്രീയം പറയുന്ന സിനിമയെന്നാണ് അനുകൂലിക്കുന്നവരുടെ വാദം. അതേസമയം ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്ന സിനിമ എന്ന ചർച്ച ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ സംഘടനകൾ ഉയർത്തിവിടുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ ഹോളിവുഡ് ശൈലിയും കോടികളുടെ മുതൽ മുടക്കുമൊക്കെയായിരുന്നു നേരത്തെയുള്ള ചർച്ചയെങ്കിൽ സിനിമ റിലീസിംഗിന് ശേഷം വിഷയം മാറി. സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയത്തിലേക്ക് ചർച്ചകൾ കേന്ദ്രീകരിച്ചു. സമീപകാലത്ത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സിനിമയെന്നാണ് ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ പ്രതികരണം. ഇടതു രാഷ്ട്രീയത്തിനും സിനിമയിൽ വിമർശനമുണ്ടെങ്കിലും ഇടതു കേന്ദ്രങ്ങളിൽ സിനിമയ്ക്ക് പൊതുവെ നല്ല സ്വീകാര്യതയാണ്. സിനിമയിൽ രക്ഷകരായി അവതരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിച്ഛായ എന്ന് വാദിക്കുന്ന സൈബർ ചർച്ചകളും ഉയർന്നുവരുന്നു. ഇന്നലെ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞ ഉടൻ തന്നെ സംഘപരിവാർ നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. നടൻ സുരേഷ് ഗോപിക്കും ഗുജറാത്ത് ടൂറിസത്തിനും നന്ദി പറയുന്ന സിനിമ ഇത്തരമൊരു പ്രമേയം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതാണ് സംഘപരിവാർ കേന്ദ്രങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ചിത്രത്തിന്റെ പ്രമേയത്തിനപ്പുറം BJPയുടെ പ്രധാന നേതാക്കളെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള കഥാപാത്ര ശൈലി ഇവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. സിനിമയെ ബഹിഷ്കരിക്കണമെന്ന വാദം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ടെങ്കിലും നേതാക്കളാരും ഇത് പരസ്യമായി ഏറ്റെടുക്കുന്നില്ല. സിനിമ റിലീസിംഗിന് മുമ്പ് തന്നെ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേർന്ന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വിവാദത്തിൽ പ്രതികരിച്ചിട്ടില്ല. സിനിമ കാണാനെത്തുമെന്ന് നേരത്തെ വ്യക്തമാക്കിയ രാജീവ് ചന്ദ്രശേഖർ പുതിയ സാഹചര്യത്തിൽ അതിന് തയ്യാറായേക്കില്ലെന്നും സൂചനയുണ്ട്. ഹിന്ദു ഐക്യവേദി പോലെയുള്ള തീവ്ര സംഘപരിവാർ സംഘടനകൾ എമ്പുരാൻ ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്ന് പറയുന്നു. ദേശീയ തലത്തിലും സമാന ചർച്ചകൾ ഉയർന്നുവരുന്നുണ്ട്. എന്തായാലും എമ്പുരാൻ സിനിമ പങ്കുവെക്കുന്ന രാഷ്ട്രീയം സമീപകാലത്തെങ്ങുമില്ലാത്ത വിധത്തിൽ കേരളത്തിലും ദേശീയ തലത്തിലും ചർച്ചയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, News 18.